അയ്യപ്പാ എവിടെയാണ്? ഞാൻ ഒതുക്കിയടാ. ഇന്ന് ഓട്ടോൺ ഷോക്കായിരുന്നു. പിന്നെ മുതലാളി പോണേന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ. അവൻ പോകുന്നതിന് നിനക്കെന്തൊരു സങ്കടം? പിന്നെ മുതലാളി ഒറ്റയ്ക്ക് ഗോവയ്ക്ക് പോയി സൂയിക്കാൻ പോവല്ലേ, അതിന്റെ വിഷമതി ഞാനപ്പ തന്നെ സൈഡാക്കി. ഏത് വിവരത്തിന് മുമ്പിലാ? കടവന്ത്ര, നിനക്കെങ്ങനെ മനസ്സിലായി? ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഉടായ്പാണ് നിന്റെ മുതലാളി. ആ മുതലാളിയുടെ അടിമയായ നീ എന്ത് തരം ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ അത്ര അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എടാ നാളെ ക്രിസ്മസ് അല്ലേ, ബീവറേജ് അവധി അറിയാലോ. ഇന്ന് സാധനം മേടിച്ചു വെച്ചില്ലെങ്കിലേ നാളെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ടി വരും. അത് ശരിയാണല്ലോ. പിന്നെ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കൊണ്ട് എടുത്തോ. എന്തായാലും ട്രിപ്പ് അടിക്കുന്ന കാശല്ലേ. ആ ശരി. ഓ പുല്ല് വിളിക്കണ്ടായിരുന്നു. ഒന്ന് വേഗം നടക്കന്റെ മുനികുമാര. മെരി ക്രിസ്മസ് ബ്രോ. ഓക്കെ ബ്രോ. സർ 900. ആ സോറി സർ, സ്വൈപ്പ് മെഷീൻ കംപ്ലൈൻ്റ് ആണല്ലോ. അയ്യോ, ആ ഇതിനെത്രേ? അത് 120. ആ അപ്പോൾ ബാക്കി ഒരു ടിപ്പായിട്ട് വെച്ചോട്ടോ. മെറി ക്രിസ്മസ്. ഓക്കെ, താങ്ക് യു സർ. അധികം ലേറ്റ് ആവല്ലേ, എത്തിയിട്ട് വിളിക്കാം. മൊബൈലിൽ ചാർജ് കുറവാ. മാഡം ശരി എന്നാ, താങ്ക് യു. അവിടെ 900 രൂപയായേ. കാർഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അയ്യോ, പിന്നെന്ത് ചെയ്തു? അത് കുഴപ്പമില്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം മാഡം അതും കൂടെ ചേർത്ത് ഗൂഗിൾ പേ ചെയ്താൽ മതി. ബുദ്ധിമുട്ടായോ? ഏയ് കുഴപ്പമില്ല, നമ്മുടെ ബ്രേക്കുട്ടിക്ക് വേണ്ടി. ഇപ്പോഴത്തെ ഓരോ കേക്കുകളുടെ പേരേ മാഡം കേട്ടാ പേടിച്ചു പോകും. ഇപ്പൊ ഇത് തന്നെ വാഞ്ചോ ക്രീമി അങ്ങനെ എന്തോ സംഭവം. നമ്മുടെ വാനിലയും ചോക്ലേറ്റും മിക്സ്, അത്രേ ഉള്ളൂ. അത് പിന്നെ എനിക്കറിയത്തില്ലേ പ്രിയക്കുട്ടിയുടെ ഫേവറേറ്റ് എന്താന്ന്, അതുകൊണ്ടാണല്ലോ ഞാൻ മേടിച്ചത്. ഇയാളുടെ പേരെന്താ? ജോർജ് എന്നാ മാഡം. എത്ര പേര് പഠിച്ചു? ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഡിഗ്രി ചെയ്തായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് കയറി കുറച്ച് നാള്. നമ്മുടെ സ്വഭാവമായിട്ട് ഒട്ട് സെറ്റ് ആവാഞ്ഞോണ്ടേ ഞാൻ പിന്നെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ജോർജി, ഈ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ ജോലി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ കിട്ടുന്ന ജോലിക്കനുസരിച്ച് നമ്മുടെ സ്വഭാവം മാറ്റണം. മാഡം ഫിലോസഫി ആണോ പഠിച്ചത്? വാങ്ങി തന്നേക്ക് മാഡം. സൂപ്പർ വീടാണല്ലോ. വാടക വീടാണോ? ജോർജി, തന്റെ നമ്പർ എന്താന്നേ? ഗൂഗിൾ പേ ചെയ്യാനാ. 9656 56 7013. ശരി, ട്രാൻസ്ഫർ ചെയ്തേക്കാം. പിന്നെ മാഡം ഇത് മോക്ക് കൊടുത്തേക്കേ, ഉറങ്ങിപ്പോയില്ലേ? ഓ, ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. പിന്നെ താങ്ക്സ് ഫോർ എവരിതിങ്. ആ ഒന്നും കുഴപ്പമില്ല, ഒരു 5 സ്റ്റാർ ഇട്ടേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വരുന്നേ മാഡം, ഒരു 5 മിനിറ്റ്. ചാടിച്ചാവാൻ വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ ചേച്ചി? ഒരൊറ്റ അടിയൊന്നും ഉണ്ടല്ലോ. സോറി. പോസ്റ്റ് ആക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടേ. ഞാൻ എത്ര വട്ടം പറഞ്ഞു അപ്പം വീട്ടിൽ ഒറ്റയ്ക്കാന്ന്, ഇപ്പൊ തന്നെ 4 വട്ടം വിളിച്ചു. എടി, അതിനൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നിന്റെ അപ്പനെ രണ്ടാമത് കെട്ടിക്കാം, അതാകുമ്പോ നിന്റെ ടെൻഷനും മാറും. സാറേ എന്തായി ഗൾഫിൽ പോണ കാര്യമൊക്കെ? ഓ അതൊന്നും ആയില്ല സാറേ ഇതുവരെ. നിങ്ങളുടെ ഓഫീസിൽ എനിക്ക് ജോലി വല്ലതും കിട്ടുമോ? ബെസ്റ്റ്. എന്റെ പൊന്നു ജോർജി, ഈ ചാനലിലെ പണിയൊക്കെ നിങ്ങളെപ്പോലുള്ള അയ്യോഭാവങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതൊക്കെ റിയെ പോലെ നല്ല ഹൈബ്രിഡ് ജനിസപ്പെട്ട പെൺകുട്ടികൾക്കുള്ളതാ. എനിക്കറിയാം സാറേ, ഞാൻ വെറുതെ ചോദിച്ചത്. നാളെ എന്നെയും എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്പൈ ന്യൂസാ, നേരത്തെ അങ്ങ് എത്തിക്കണം. മന്ത്രി രാജൻ കുറുപ്പിനെ കണ്ടാമൃതത്തിന് തൊലിക്കെട്ടിയാ. രാജ് സാറി അടുത്തൊന്നും പ്രതീക്ഷിക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.